ഇവരെ ഒരിക്കൽ പിടിക്കപ്പെടും എന്നുള്ളതും ഇവനെ ഫ്രോഡാണെന്നുള്ളതും ഇത്രയും ക്ലിയർലി ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അത്രയും ഹെയ്റ്റ് വന്ന സമയം ഉണ്ടായിരുന്നു. ഈ ലൊട്ട അതേപോലെ ഒമേഗയിലൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ വരുന്ന പെൺകുട്ടികളോടൊക്കെ വളരെ മോശമായിട്ട് എന്താ കിട്ടുമോ ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടി സമൂഹമുണ്ട് ഇവിടെ. ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലാണ് ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഇവരെന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. 99 ആൾ വന്നിട്ട് ഈ ഫുഡ് രസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫുഡ് രസമില്ലെങ്കിൽ 100ാമത് വരുന്ന ആൾ അത് രസമുണ്ടെന്ന് പറയുള്ളൂ. അതുപോലെ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ളത് ഈ നമ്മൾ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത്. മദ്രസയിൽ പോകുന്നവരൊക്കെ മദ്രസ പൊട്ടന്മാര്, മദ്രസമാര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും വർണ്ണിക്കുന്നത്. ഓൻ ഇതേപോലെ ആ ഒരു പെണ്ണിന് ഒരു ഗർഭം പോസിറ്റീവ് ആയതിനു ശേഷം ഇത് കളയാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയതും കുറേ സംഭവങ്ങൾ. ഇതൊന്നും ഫേക്ക് അലിഗേഷൻസ് അല്ല. യൂട്യൂബിൽ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അൻഷിഫ് ആൻഡ് ഫാമിലി സ്വാഗതം. ഒരു ഫ്ലൈങ് കിസ് തന്നെ. എനിക്ക് തൽക്കാലം ചെറിയ കുട്ടിയായിട്ട് അവൻ ചെറുതായിട്ട് എന്താണേ അപ്പൊ ഈ കുട്ടിക്ക് കൊടുക്കാൻ കഴിയൂലല്ലോ. അവൻ കൊറേ തന്നൂല്ലേ? അങ്ങോട്ട് പോയിക്കോട്ടോ. വേണ്ട, ഞാനേ സത്യം കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് എല്ലാവരെയും കിട്ടിയില്ല. ഇന്നാണ് ഫുൾ ഫാമിലിനെ കിട്ടിയിട്ടുള്ളത്. ഇവര് രണ്ടുപേരും സ്കൂള്, ഇവര് രണ്ടുപേരും ചെറുത്. അതെ, പക്ഷെ ഇന്നാണ് എനിക്ക് എല്ലാവരെയും കിട്ടിയത്. ഞാൻ വരുമ്പോഴേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേര് കേട്ടോ. സംസാരിക്കാനാണെങ്കിലും മിണ്ടാനാണെങ്കിലും. ഞങ്ങള് ഇല്ലായിരുന്നു, അപ്പൊ രണ്ടാൾ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ സംസാരിച്ചു. ഇല്ല, അവരപ്പത്തേക്ക് പുറത്തേക്ക് വന്നു കാണാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും പിള്ളേരെ വളർത്തുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതാണല്ലേ, വളർത്തണില്ലല്ലോ, വളരെ അതാണ് സത്യം എന്നൊക്കെ. എനിക്ക് ഇതിലാരാ കുറച്ചും കൂടി ഇപ്പൊ ഭാവിയിൽ യൂട്യൂബ് ബ്ലോഗൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും തോന്നുന്നത് ഈ 4 പേരില്? കാക്കുന്റെ ആ ഒരു ഇത് കിട്ടിക്കണേ, ഒരു എന്താ ഹലോ ഗൈസ് അറിയണ ആ ഒരു ചെറുതായിട്ടുള്ള പറഞ്ഞെടുത്ത അങ്ങനെയല്ല ശരിക്കും പറയേ. ക്യാമറയിൽ നോക്കി 1 2 3 വ്ളോഗേഴ്സ് ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആള് ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേണ്ട, ഭയങ്കര ഒബ്സർവേഷൻ ആണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ഇന്റർവ്യൂന്ന് ഡ്രസ് കളറ് ഇവിടെ നമ്മൾ എന്താ നടക്കണെന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാം ഉപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല ബോഡി ഗാർഡ് ആയിട്ട്. ഓൾറെഡി വീട്ടിൽ തന്നെ 3 പേരുണ്ട്. ഇന്നാള് നിങ്ങൾ വന്നപ്പോ പർപ്പിൾ കളർ ഡ്രസ് നിങ്ങൾ ഇട്ടിരുന്നത്. ഗുഡ്. ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നു? ഞാനിവിടെ തള്ളി മറിക്കായിരുന്നു, അവനത് നശിപ്പിച്ചു. ഇപ്പൊ വീണ്ടും സ്കൂളൊക്കെ തുറന്ന് കുഞ്ഞുങ്ങൾക്ക് പണിയായി വീണ്ടും. അത് പറഞ്ഞൊരു വീഡിയോ ഞങ്ങള് കണ്ടു. സ്കൂള് തുറന്ന് എങ്ങനെ പോകുന്നു ലൈഫ്? കുഞ്ഞുങ്ങൾ ചോദിക്കട്ടെ. ലൈഫ് അങ്ങനെ പോകുന്നു. കൂടുതൽ അതിനെ കുറിച്ച് ആലോചിക്കലില്ല. ആലോചിച്ച നമ്മൾ ആകെ തളരും. ഓൾറെഡി അവര് മനസ്സിലാക്കുന്നുണ്ടല്ലേ ഈ പിള്ളേരായാലും. എനിക്ക് തോന്നുന്നു ബേബിയുടെ കാര്യമാണെങ്കിൽ അവര് 3 പേര് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ മെയിനായിട്ട് നോക്കുക ഇവരെന്നെയാണ്. നമുക്ക് കൂടുതൽ റിസ്ക്, അതുകൊണ്ട് ഞമ്മക്കിപ്പോ നോക്കാൻ ഒരു കുട്ടിയില്ല. അപ്പൊ അതാണെങ്കിൽ നമ്മൾ അടുത്തൊരു പ്ലാൻ. അപ്പൊ എനിക്ക് ചെറിയ കുട്ടി വേണ്ടേ, ഇതിനൊരു കൂട്ട്, അതാണ് നമ്മളെ ലക്ഷ്യം. അതിന് നിങ്ങളൊക്കെ അല്ലേ ഈ അനിയത്തിപ്രാവ് പോലെ ഈ ഒരൊറ്റ പെൺകൊച്ചിന് 3 ഏട്ടന്മാർ. ആരാണ് ഏറ്റവും കൂടുതൽ വാവയിട്ട് കമ്പനി?
ഇവിടെ ആണോ? ഞാനൊക്കെ വിചാരിക്കും അല്ല സത്യം ശരിക്കും വാവേനെ കാര്യമൊക്കെ നോക്കുന്ന ആരാ? ഒരു ദിവസം രാവിലെ ആണോ? ഓക്കെ. കുളിപ്പിക്കുന്ന ആരാ? നിങ്ങളൊക്കെ ഒന്ന് കുളിച്ചാ മതി. ഒരു വലിയ ചർച്ചക്ക് ഇടം കൊടുത്തിട്ട് ആളവിടെ പോയിട്ട് എൻജോയ്മെന്റ് ആട്ടോ രണ്ട് പെൺപിള്ളേർ. ആ പക്ഷെ പിള്ളേരായാലും കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു എന്റെ മക്കളെ ഞാൻ പറയട്ടോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചേച്ചി പറയാൻ പോണേ. അതായത് കഴിഞ്ഞ ഇന്റർവ്യൂല് വന്നപ്പോ പറഞ്ഞൊരു കാര്യം, എന്റെ ഈ ശീലം മക്കള് തുടരുത്, എന്നിലൂടെ അവർ മനസ്സിലാക്കേണ്ടത് ഈ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണതാ. നിർത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കുറവാണ്. ഒരു ദിവസം എത്ര വലിക്കും? അത്രേ വലിക്കാം. പക്ഷെ അവര് നന്നായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്. ഉപ്പ് ബാഡ് ഹാബിറ്റ് ആണെന്നുള്ളത് ഓൾറെഡി പോലെ പഠിച്ചു കഴിഞ്ഞു. ആ എന്തിനാ ഇതിപ്പോ ഇങ്ങനെ ചിന്തിക്കില്ലേ? പിള്ളേര് ഇൻഫ്ലുവൻസ് ആവും എങ്ങനെ അതിന് കാണും. ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ ഒരു ഫാമിലി 2 കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ പാരന്റ്സ് ഒരു അച്ഛൻ വലിക്കുകയാണെങ്കിൽ ആ വലി തുടരുന്ന മക്കളുണ്ട്, വേണ്ടാന്ന് വെക്കുന്ന മക്കളുണ്ട്. പൊതുവെ അച്ഛനന്മാര് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ ചെയ്യാതിരിക്കുകയാണ് കൂടുതൽ ചെയ്യുക. ഒരു വീട്ടിൽ കള്ളു കുടിക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ അവരുടെ മക്കൾ ഒരിക്കലും കള്ളു കുടിക്കൂല. കാരണം അവർ കാണുകയാണ് അമ്മനെ ഉപദ്രവിക്കുന്നതും അവരുടെ ലൈഫ് സ്പോയിൽ ആവുന്ന സംഭവം. നല്ല ചോദ്യാണ് കേട്ടോ, കുട്ടികളൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ മോട് സിഗരറ്റ് വലിക്കുവോ? വലിക്കുവോ? വലിക്കുന്ന ഇക്ക കേക്കുന്നില്ലേ? കുട്ടികൾ വലിക്കുന്നതാണ് പറയണേ, ഇൻഫ്ലുവൻസ് ചെയ്ത്. ഉറപ്പല്ലേ? ഉറപ്പാ? അത് ഇക്കാന്റെ മിനി വേർഷൻ ആണ് അവിടെ ഇരിക്കണേ. വാശിക്ക് വലിക്കുന്നു. നിങ്ങൾ ആരുടെ ഫാനാ? പോർച്ചുഗലിനി ചെറുതായിട്ട് 3 ഗോൾ അടിച്ചപ്പോ മാറി ഞങ്ങള് ചെറുതായിട്ട്. നീ ശരിക്കും മെസ്സിയാണോ അർജന്റീനയാണോ? പോർച്ചുഗലായിരുന്നു. റൊണാൾഡോ ആണ് ഇന്റത്, CR7 ആണെന്നൊക്കെ പറഞ്ഞ് നടന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മെസ്സി കേട്ടോ. രക്ഷപ്പെട്ടു. ഇന്നലെ സമനിലയാണ്, ജയിച്ചിട്ടില്ല പോർച്ചുഗൽ. അതെ ഞങ്ങള് 3 ഗോൾ അടിച്ചു. കൂടിയല്ലേ ഉപ്പ അർജന്റീന ഫാനാ, കട്ട അർജന്റീന ഫാനാ. നമ്മളെ പണ്ടത്തെ ഒരു അർജന്റീന ആ ഒരു കളി കണ്ട അങ്ങനെ ആയത്. ഇപ്പത്തെ നമ്മളിപ്പോ മെസ്സിന്റെ കളി കണ്ടോണ്ട് മാത്രല്ല, നമ്മളാ പഴയ കാലത്തെ ആ ക്രെസ്പോ, റിക്കൽമി, ടെവസ് അയാളെയൊക്കെ കളിക്കുന്ന ടൈമിലുള്ള ആ ഒരു അർജന്റീനയോടുള്ള ഒരു മുഹബത്താണ്. അതങ്ങനെ പെട്ടെന്ന് ആ ബ്രസീലുകാരെ പോലെ കുറെ കപ്പ് കണ്ടിട്ട് കൂടിയതല്ല, അതിൽ പങ്കെടുക്കാൻ കൂടിയതല്ലേ. പക്ഷെ കിട്ടണതൊക്കെ ട്രോഫിയാ. ഇപ്പൊ ഓൾറെഡി ആര് കപ്പെടുക്കും? 90% അർജന്റീന കപ്പെടുക്കാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാല് ഇപ്രാവശ്യം പോർച്ചുഗലിന് ഭയങ്കര സാധ്യത ടീമായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റാത്ത രീതിയിൽ ഏതാണ് എന്താണ് ഇന്നലത്തെ DC കങ്കെ ആ ഒരു രാജ്യത്തിനോട്, അതായത് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല ആ രാജ്യമൊന്നും, അവരായിട്ട് സമനില പിടിച്ച്. ബ്രസീലിന്റെ അവസ്ഥ എന്താണ്? മൊറോക്കനായിട്ട് സമനില പിടിച്ച്. പക്ഷെ ലയണൽ മെസ്സി ഹാട്രിക് അടിച്ചിട്ട് എന്താണ് മിറാസ്ലോ ക്ലോസേന്റെ റെക്കോർഡിനൊപ്പം എത്തി. 16 ഗോൾ അടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച ആളിപ്പം മെസ്സിയാണ്. മനസ്സിലായോ? ഇപ്പൊ എംബാപ്പെ ഒക്കെ ഇനി അടിച്ചിട്ട് വേണം. പക്ഷെ അതിന് മുന്നേ ഞാൻ എന്തായാലും അടുത്ത മത്സരത്തിൽ
ഹൈലെത്തും അത്. അതിലെത്തും. പിന്നെ ഭയങ്കര സാധ്യത ടീമാണ് ഇപ്രാവശ്യം. കാരണം ഒന്നാമത് കോൺഫിഡൻറ്റും കൂടി ഇതിന്റെ ഒരു ബേസ് ആണ്. ഇപ്പൊ ഓൾറെഡി കപ്പ് നമ്മളെ വീട്ടിലാണ് ഉള്ളത്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഇത് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം അത് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞാണ്. കാരണം കൊണ്ടുവന്നാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണ്ട. അപ്പൊ ഇതിങ്ങനെ കൊണ്ടടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോട് ഇപ്പൊ അവിടെ വെക്കാൻ പറഞ്ഞാണ്. സംഗതി നമ്മളെടുത്താണല്ലോ. ആ ഒരു കോൺഫിഡൻറ്റ് അർജന്റീനക്ക് ഉണ്ട്. അതുകൊണ്ട് ഫൈനല് എന്തായാലും അർജന്റീന തൂക്കും, കപ്പടിക്കും. അർജന്റീന തോക്കുന്നല്ല തൂക്കുന്നു, കപ്പടിക്കുന്നു. ശരിക്കും ഞാൻ നോക്കുന്നത് ഭയങ്കര ഫാഷൻ ഫോളോ ചെയ്യുന്ന പിള്ളേര് വന്ന പാട് ഇവരുടെ ജാക്കറ്റ് കണ്ട് ഞാൻ ഫാനായി. പോകുമ്പോ ആരാ എനിക്ക് ജാക്കറ്റ് തരണേ? ഗുഡ് ബോയ്. പിന്നെ എനിക്ക് നീ അല്ലേ ആണോ? ശരിക്കും ഫാഷൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന പിള്ളേരാണോ? അത് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണോ സ്റ്റൈൽ ചെയ്തൊക്കെ കൊണ്ടുപോകാൻ? ഇവിടെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ വലിയ വൃത്തി മടിപ്പൊന്നും ഉണ്ടാവില്ല. അവിടെ കണ്ടല്ലേ പഠിക്കുന്നത്. പുറത്തൊക്കെ പോകുമ്പോ നമ്മള് പരമാവധി, അതായത് നമുക്കൊന്നും ചെറുപ്പത്തില് കിട്ടാത്ത കുറെ സംഭവങ്ങളുണ്ട്. നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു ചെരുപ്പ്, നല്ലൊരു അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തയെ ഒരിക്കൽ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത വരെ ഒരിക്കൽ ചിന്തിക്കേണ്ട ആവശ്യം വരാറില്ല. അതിന് മുന്നേ നമ്മൾ അത് നികത്താറുണ്ട്. ഈ പണ്ട് ഇവര് ഞാൻ പറയായിരുന്നേ, നമ്മള് ലൈഫ് ജീവിച്ചു വന്ന പോലെയല്ല ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളോ ഹെയർ സ്റ്റൈലോ ഒന്നും നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പണ്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് പറയും കുറെ നടന്നിട്ടൊക്കെ സ്കൂളിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കഥ എപ്പോഴും ഇതേ പറയാനുള്ളൂ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പാരന്റ്സ് ആയ സമയത്ത് കുട്ടികളുടെ എങ്ങനെയാ പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളതായിട്ട് ശീലിക്കേണ്ട കുറെ കാര്യങ്ങള് ഇപ്പത്തെ ജനറേഷനെ മനസ്സിലാക്കി നിങ്ങളും പെരുമാറും. എങ്ങനെയാ കുട്ടികളെ അടുത്തറിയുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ആസ് എ പാരന്റ്സ് എങ്ങനെയാ നിങ്ങള്? അതായത് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ വളരുമ്പോ നമ്മളെ കൂട്ടത്തിൽ വളരുക എന്നുള്ളത്. അതായത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ സങ്കട കഥകളൊന്നും ഞങ്ങൾ പറയാറില്ല. കഷ്ടപ്പാട് എന്താ ഇപ്പൊ നമ്മക്കൊക്കെ നമ്മളെ ബാപ്പൊക്കെ എന്താ ഇടക്കിടക്ക് ആ കല്ലുമുള്ളും കഥ ഇടക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അതൊരു സങ്കടത്തിലായിട്ടോ അല്ലെങ്കിൽ ഞാൻ ആ കഥയിലൂടെ നടന്നു പോയിട്ടില്ല. ആ കഥ കേട്ടിട്ട് എനിക്ക് ഒരിക്കലും സങ്കടം വന്നിട്ടില്ല. കാരണം നമ്മളായാലും വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോഴേക്കാരും ബാപ്പ ഈ ഒരു കഥയും കൂടി പറഞ്ഞ ആകെ സങ്കടം. അപ്പൊ ആ ഒരു കഥയ്ക്ക് ലാസ്റ്റ് കോമഡി ആയിട്ട് മാറാറാണ്. അതായത് ബാപ്പ ചിലപ്പോ ഭയങ്കര ഇമോഷൻ ഫീൽ ഇട്ടിട്ടൊക്കെ ഈ കാര്യം പറയണേ. നമ്മളൊക്കെ സ്കൂൾക്ക് പോയത് ഇത്ര കിലോമീറ്റർ നടന്നിട്ടാണ്, മറ്റേതാണ്. അന്നത്തെ കാലത്ത് അതായിരുന്നു നിവൃത്തി, അങ്ങനെയായിരുന്നു. അത് പോയി, അത് കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഇപ്പത്തെ കുട്ടികൾക്ക് ഇപ്പോ ഇവിടുന്ന് ഈ റോട്ടിലേക്ക് നടക്കാൻ വരെ നമ്മൾ ബാഗ് പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ബസ്സിൽ കയറിയാൽ മതി. ബസ് വരാൻ വേണ്ടിട്ട് ഈ വീട്ടിൽ നിന്ന് അതുവരെ ബാഗ് പിടിക്കാൻ ചിലപ്പോ നമ്മള് അല്ല ഞാനല്ല ഓള് പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതിങ്ങനെ നടക്കാൻ ഈ ഉപ്പ നിങ്ങളുടെ പഴയ കഥകളൊക്കെ പറയാവോ? ഉപ്പാന്റെ പഴയ കാലം, സ്കൂൾ ജീവിതം. എന്നിട്ട് വാങ്ങി തരായിരുന്നോ? ഈ ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഷിജിന് പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല. സന്തോഷായിരിക്കണം, മനസ്സിലാക്കിയാ മതി. ഷിജിന ഇങ്ങനെയാണ്, നമ്മളിതിലില്ല, നമ്മൾ കണ്ടാ മതി. ഈ ഇപ്പം നിങ്ങള് അനുഭവിച്ച കാര്യം ഒരിക്കലും കുട്ടികള് അനുഭവിക്കരുത്, അവർക്ക് ഇങ്ങനെ ഒരു ലൈഫ് ആയിരിക്കണം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യം ലൈഫിൽ ഇവർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണില്ല എന്നാണ്. എക്സ്പ്ലോർ ചെയ്യണം. അതെ, കൊച്ചുങ്ങളെ എക്സ്പ്ലോർ ചെയ്യണമെന്നോ? അതായത് ഇവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെയാണ്. ഞങ്ങളെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് പോയിട്ട് കറങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഒന്ന് വേൾഡ് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വിമാനത്തിൽ വേറെ പോയില്ല. കൊണ്ടുപോയില്ലേ? ഇവരെ കൊണ്ടുപോയില്ല. എന്ത് പണിയായിക്ക നിങ്ങൾ കാണിച്ചത്? അടുത്തിൽ കൊണ്ടുപോകും.
കുഞ്ഞു മനസ്സുകൾ വേദനിക്കില്ല. ഇല്ല ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം എല്ലാരും കൊണ്ടുപോട്ടോ. കൊണ്ടുപോവാ. നമ്മളൊക്കെ വിളിക്കണം കേട്ടോ ഫ്ലൈറ്റൊക്കെ പോകുമ്പോ. പേരെന്താ? പേര് ഷിജിന. നമ്പറാ? നമ്പർ തരാം പോകുമ്പോ. അന്യസ്ത്രീകളെ നമ്പർ വാങ്ങരുത്. ഇമ്മ അന്വേഷിയാണല്ലോ. പിന്നെ ആരാണ്? നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ ചോദിച്ചല്ലേ? ആ എന്തിനാ എനിക്ക് നമ്പർ? താത്തല്ല പറഞ്ഞത് എന്താ വിളിച്ചാണെന്ന്. വിളിച്ചിട്ട് എന്താ കാര്യം? ടിക്കറ്റ് അത് ഞങ്ങളെ ചേച്ചിയാണ് കേട്ടോ. പറഞ്ഞു കൊടുക്ക്. നമ്മള് ഫ്രണ്ട്സ് ആയില്ലേ? നമ്മള് വന്നപ്പോഴേ പരിചയപ്പെട്ടു. പെട്ടെന്ന് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികള്, ഉപ്പാനെ പോലെ തന്നെ വന്ന് വർത്താനം പറയാനും പരിചയപ്പെടാനൊക്കെ ഒരു ഭയങ്കര താല്പര്യമാണ്. നല്ല കുട്ടികളാ, കറക്റ്റ് നല്ല പിള്ളേരെയാ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങളിൽ ഒന്ന് ആരാണ്? ഇതുപോലെ ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് അടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും സത്യാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അൻഷിഫിക്ക? ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയണ്ടാവും. അതല്ല തൊപ്പിയടാ. മരിച്ചിട്ടൊന്നുമില്ല. ഇല്ലടാ, ഇജ്ജ് തൊപ്പിന്റെ ഫാനല്ലേ? അല്ല പിന്നെ എന്ത് എനിക്കിഷ്ടല്ല? അതെന്താ? കഞ്ചാവ് നിർത്തുന്ന തൊപ്പിയല്ലേ? അറിയാപ്പോ, കുട്ടികൾക്ക് വരെ അറിയാം. അതായത് ഇപ്പോഴുള്ള സംഭവം തൊപ്പിയുടെ ഈ ഒരു വിഷയം തന്നെ ആവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോ കുറേ ആളുകൾ റിയാക്ഷൻ വീഡിയോ ഇടുകയാണ്. തൊപ്പി അങ്ങനെയാണ്, തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ചെറിയ കുട്ടികളെ അതാണ് ഇതാണ്, ചെറിയ കുട്ടികളെ വഴിതെറ്റിക്കുന്നു, ലഹരി സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ എന്താ സ്ത്രീകളുടെ വിഷയത്തിൽ വീക്ക്നെസ് ഉള്ള ആളാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ റിയാക്ഷൻ വീഡിയോയോട് ചറ പറയണേ. ഇതേ സംഭവം ഞാൻ കുറേ മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ അങ്ങനെ വായി തോരാതെ സംസാരിച്ചിനി. ഇവനെ ഒരിക്കൽ പിടിക്കപ്പെടുന്നുള്ളതും ഇവനെ ഫ്രോഡാണെന്നുള്ളതും അത്രയും ക്ലിയർലി ഞാൻ പറഞ്ഞതാണ്. അതായത് എനിക്ക് അത്രയും ഹെയ്റ്റ് വന്ന സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. തൊപ്പി ഫ്രോഡാണ്, തൊപ്പി എന്തായാലും ഒരിക്കൽ പിടിക്കപ്പെടും, അവൻ്റെ മുഖം മൂടിയ, അതായത് തൊപ്പി എന്നുള്ള ക്യാരക്ടറിന്ന് നിഹാദ് എന്നുള്ള ഒരു ഫേക്ക് മാസ്ക് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഓനെ. ഓൻ്റെ ക്യാരക്ടറിൽ കുറേ ഓൻ്റെ ഡിസബിലിറ്റീസ് ഉണ്ട്. ഓൻ്റെ മെൻ്റൽ അങ്ങനത്തെ ഒരു മൈൻഡിലുള്ള ആളാണ് ഓന്. അതൊരിക്കലും നമുക്കത് ഒരു ഇതാക്കി എടുക്കാൻ കഴിയില്ല, മാറ്റിയെടുക്കാൻ പറ്റൂല. ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനേ പറ്റുള്ളൂ. അവൻ ഒരു സൈക്കോളജിക്കലി കുറേ വീക്ക്നെസ് ഉള്ള ആളാണ്. അവൻ്റെ ആ ഒരു കറക്റ്റ് സ്വഭാവമാണ് ഇപ്പോൾ ഹനാൻ ഷാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൻ ആ വീട്ടിൽ വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതായത് അവൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നത്തെ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രശ്നം അവനക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനൊരു സ്വകാര്യത കീപ്പ് ചെയ്യാതെ, അതായത് ഓൻ്റെ വീട്ടിലുള്ള ആ ഒരു പ്രായപൂർത്തിയാവാത്ത ചെക്കന്മാർ വരെ ഇല്ലേ, ആ കുട്ടികളില്ല വീട്ടിൽ നിന്ന് ഒരു പരസ്യമായിട്ട് ഓൻ അങ്ങനത്തെ രീതിയിൽ ആ ഒരു സംഭവത്തെ കൊണ്ടുപോവാണ്. എന്താണ് പതുക്കെ ഇഞ്ചക്ട് ചെയ്യാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഇങ്ങനത്തെ ഇത്തരം ഒരു വീക്കായിട്ടുള്ളൊരു ലൈംഗികതയെ ഓൻ എന്ത് ചെയ്യാണ്, അത് പറഞ്ഞ് കൂടുതൽ മറ്റാളുകളിലേക്കും കൂടി അത് സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവർക്കും തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാവും അവരുടെ ഒരു മെൻറ്റാലിറ്റി. പിന്നെ പതുക്കെ അത് ആസ്വദിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിക്ക് അവരും വരും. അങ്ങനത്തെ ഇതൊക്കെ ഒരു സൈക്കോളജിക്കലി ആയിട്ടുള്ള പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, അപ്പോൾ അയാൾ മീനിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഈച്ചകളുണ്ടാവും, മീനിൻ്റെ ഷോപ്പല്ലേ. അപ്പോൾ അയാൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ പിന്നെ അയാൾ അതിനെ പിടിക്കാൻ തുടങ്ങി. ഓരോ ഈച്ചയെ ഇങ്ങനെ പിടിച്ചിട്ട് എറിയാനും കൊല്ലാനും അങ്ങനത്തെ രീതിയിൽ. അതായത് ഫസ്റ്റൊക്കെ അയാൾക്ക് ഭയങ്കര അറപ്പായിരുന്നു ഈച്ചനെ. പിന്നെ അയാളെന്നെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഞെരുക്കി കൊല്ലാനൊക്കെ തുടങ്ങി. അതായത് അയാൾ പതുക്കെ എന്ത് ചെയ്ത് പിന്നെ ഈ ഈച്ചനെ കൊല്ലുന്ന രീതി ആ ഒരു ഇത് ആസ്വദിച്ച് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയി. പിന്നെ അയാൾക്ക് ഈ കൈ മിന്നൽ നിർത്താനേ കഴിയൂല. എപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ ആളുകൾക്ക് എന്താണ് അയാൾക്ക് മീൻ വാങ്ങാനൊക്കെ ഒരു മടിയാണ്. കാരണം ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്ന കൈ, അത് അയാളുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നമായി മാറിയത്. അയാൾക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയായി. ആളുകൾ പറഞ്ഞിട്ടും അയാൾക്ക് അത് നിർത്താൻ പറ്റാതെയായി. അത് പതുക്കെ ഒരു ശീലിച്ചു വന്നൊരു ശീലമാണത്.
ഒരു 21 ദിവസം ഒരു ശീലം ഇതായി കഴിഞ്ഞാൽ പിന്നെ കോപ്പി ചെയ്താൽ അങ്ങനെ ശീലമായി മാറുന്നതാണല്ലോ. അതേപോലെ ഇത് ഈ ചെറിയ കുട്ടികളൊക്കെ കാണുന്ന ഒരു വീഡിയോസിൽ ഇവർ എന്ത് ചെയ്യാണ്, ഇത്തരം അരാജകത്വം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തെറികളും അതുപോലെയുള്ള ഓരോ, ഇപ്പം നമുക്ക് എന്താണ്, നമ്മളെ കുട്ടികളൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ഇതൊരു നോർമലൈസ് ചെയ്യാന്നൊരു സംഭവമാണ് ഇവർ കാണുന്നത്. അതായത് ഒരു തെറി പറച്ചിൽ അതൊരു നോർമൽ ടോക്ക് പോലെ. ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ വരെ ഒരു നമുക്ക് വൃത്തിയില്ലാത്ത രീതിയിൽ നമുക്ക് ആ വാ കൊണ്ട് ഭക്ഷണം കഴിക്കണ്ട ഒന്നുമില്ലെങ്കിൽ ആ നാവ് കൊണ്ട് അവൻ സംസാരിക്കുമ്പോൾ പിന്നെ ആ നാവ് കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അമ്മാതിരി രീതിയിലുള്ള തെറികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ ഈ വീഡിയോ കോളിലൊക്കെ ഇപ്പോൾ അതിൽ ഈ ലൊട്ട അതേപോലെ ഒമേഗയിലൊക്കെ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ വരുന്ന പെൺകുട്ടികളോടൊക്കെ വളരെ മോശമായിട്ട് എന്താ കിട്ടുമോ ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടി സമൂഹമുണ്ട് ഇവിടെ. ഇത് കാണുമ്പോൾ ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലാണ് ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഇവരെന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. ഈ ഒരു സംഭവം നമ്മൾ അന്നേ പറയുന്നതാണ്, ഇത് ജനങ്ങൾ മനസ്സിലാക്കാത്തതാണ്. അപ്പം എന്താണ്, ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ശൈലിയാണ്, അന്നും ഇന്നും എന്നും. ഒരു 90-50 ആളുകൾ ഇത് ഇവനാണ് ശരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫുഡ് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു പടത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് 99 ആൾ വന്നിട്ട് ഈ ഫുഡ് രസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫുഡ് രസമില്ലെങ്കിൽ 100ാമത് വരുന്ന ആൾ അത് രസമുണ്ടെന്ന് പറയുള്ളൂ. അതുപോലെ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ളത് ഈ നമ്മളെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത്. തൊപ്പി നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ കുറിച്ച് പുകഴ്ത്ത് അവൻ നന്നായി മാന്യനായി മെറിച്ചതായി. അതായത് ഒരു ഫേക്ക് വേൾഡ് പടുത്തുയർത്തിക്കൊണ്ടാണ് തൊപ്പി രണ്ടാമത് നമ്മളെ മുന്നിലേക്ക് വന്നത്. നമുക്ക് എന്താണോ മനസ്സിന് തോന്നേണ്ടത് അത് അവന് തോന്നും. നമ്മളെങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവനുണ്ട്, മനസ്സിലായി? അതായത് ഓന് സൈക്കോളജിക്കലി കുറേ വീക്ക്നെസ് ഉള്ള ആളാണ്, പക്ഷെ ഇവർക്ക് കുറേ എക്സ്ട്രാ കഴിവുകൾ ഉണ്ടാവും, മനസ്സിലായോ? അതിൽ പെട്ടൊരു കഴിവാണ് ജനങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത്. അതായത് ആളുകളെ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഓൾറെഡി ഓൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആ റൂട്ട് കൂടെ നമ്മളെ കൊണ്ടുപോകും. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് അവിടെ ചാരിറ്റി ഉണ്ടാവും, ഗിവ് അവേ ഉണ്ടാവും, പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ തൊപ്പിക്ക് തെറിവിളി ഒരിക്കലും നിർത്താൻ കഴിയൂല. അതേപോലെ ഈ വൃത്തികെട്ട സംഭവങ്ങളൊന്നും ഓൻ്റെ ഇതിൽ നിന്ന് പോയിട്ടില്ല അത്. പക്ഷെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഫേസ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ചെയ്യാനും പറ്റൂല. പക്ഷെ ഓനക്കത് നിർത്താനും പറ്റൂല. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഗ്യാങ്ങാണിത്. അതായത് അവൻ്റെ ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു കൂട്ടം ആളുകൾ, അവരെ കൊണ്ട് തെറി വിളിപ്പിക്കുക, അവന് പക പോക്കാനുള്ള അവസരങ്ങളിൽ ഇവരെ ഇടപെടുത്തിയിട്ട് ഇവൻ പക പോക്കുക. വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യം ആ ഇതിൽ മൊത്തം അവരുടെ ലൈവിലുണ്ടാവും. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മദ്രസയിൽ പോകുന്നവരൊക്കെ മദ്രസ പൊട്ടന്മാർ, മദ്രസ കുണ്ടന്മാർ, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും വർണ്ണിക്കുന്നത്. ഒരു പെണ്ണ് റോട്ടിലൂടെ പോകുന്ന പെണ്ണിനെ കുറിച്ചും അതായത് ഒരു ബന്ധം ഉണ്ടാവില്ല. റോട്ടിൽ കൂടെ വഴിയരികിലൂടെ ഒരു പെണ്ണ് പോകും. അപ്പം നമ്മളൊക്കെ ഒരു മാന്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ വൈഫ് മുമ്പ് ഞാൻ അവളോട് പറയലുണ്ട്, ഏതാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത് ഓരോ ശരീരത്തിൻ്റെ അളവും ഇതൊക്കെ പറഞ്ഞിട്ട് അവളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഭാഷയിൽ വളരെ, അതായത് അതൊരു മനസ്സിൻ്റെ കുഷ്ടാണ്, മനസ്സിലായോ? ഇത് നമ്മളെ മനസ്സെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അവിടെ കറ വീണ് കഴിഞ്ഞാൽ പതുക്കെ കറ വീണ് പിന്നെ ഫുള്ള് ഇത് കറുപ്പാവും. പിന്നെ നമുക്കൊന്നും തെറ്റും ശരിയൊന്നും ഇല്ല, അവിടെ ഫുള്ള് തെറ്റാണ്. അവർ ചെയ്ത അവിടെ ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഫ്രോഡുകളാണെന്നേ പറയുള്ളൂ. ഇപ്പം ഇതാക്കണം, എൻ്റെ കാസറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഓനെ ഇതിന് മുന്നേ, ഞാനിതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെ നമ്പർ ലീക്ക് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ആ വീഡിയോ ഡിലീറ്റ് ആക്കിയില്ല എങ്കിൽ അതിന് തൊപ്പി എന്നുള്ള ആൾ നല്ലോണം അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു സംഭവം ഞാൻ അതിൽ, അതായത് അത് ഓനക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്നില്ലേ. പിറ്റേ ദിവസം എന്നെ ലൈവിൽ വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ച്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എൻ്റെ നമ്പർ റിവീൽ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു. കാരണം ഓനൊന്നും ഒരിക്കലും ഒരു ലൈവ് അത്രയും 2-3 മണിക്കൂറിലെ ലൈവ് ഡിലീറ്റ് ചെയ്യൂല. കാരണം അത്രയും ഫണ്ട് വരുന്ന സാധനമാണ്. 500-600K ആയ വീഡിയോ പിറ്റേ ദിവസമായി ഡിലീറ്റ് ചെയ്യിച്ചത് ഞാൻ. അത് എന്തിൻ്റെ പേരില്ല? കാരണം ഓൻ ഇതേപോലെ ആ ഒരു പെണ്ണിന് ഒരു ഗർഭം പോസിറ്റീവ് ആയതിനു ശേഷം ഇത് കളയാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയതും അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊന്നും ഫേക്ക് അലിഗേഷൻസ് അല്ല. ഈ സംഭവം നമുക്ക് ഫുള്ളായിട്ട് പറയുമ്പോൾ അതിൽ വേറെ കുറച്ച് ആളുകൾ കൂടി ഇൻവോൾവ്ഡ് ആണ്.
നമുക്ക് പറയാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊരിക്കൽ ഇപ്പം എൻ്റെ കേസറ്റ് ആക്കണ് ചാറ്റ് മൊത്തം ലീക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പെണ്ണ് പറയുന്ന ചാറ്റും. ആ പെണ്ണ് ഇനി ഇതൊക്കെ തെളിയും, കാലം തെളിയിക്കും. ഇതൊന്നും ഒരാൾക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകാൻ പറ്റൂല. കാരണം ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ, രേഖകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ പൊതുവെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു യൂട്യൂബ് ഫാമിലി വ്ളോഗ്സ് പരിപാടിയാണെങ്കിലും അവർക്കിടയിൽ പെട്ടെന്നൊരു ഇഷ്യൂ വരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നിക്കുന്നു. പൊതുവെ ഇത് നമ്മള് സാധാരണയായിട്ടുള്ള ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരെ പറ്റിക്കുക എന്നത് പറയുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ മണ്ടന്മാരാവുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. പൊതുവെ ഇത്തരം സാഹചര്യത്തിൽ ഇഷ്യൂസ് ഇങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിനിടയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ്. അപ്പൊ പക്ഷെ ഇക്ക പറയുന്നത് സ്ക്രിപ്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയില്ല എന്നത് ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്താ? അതായത് സ്ക്രിപ്റ്റിനൊക്കെ ഒരു ബേസ് ഉണ്ടാവും. പ്രത്യേകിച്ച് തൊപ്പി എന്നുള്ള ചാനലിൽ ഇടുന്ന വീഡിയോസിൻ്റെ സ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു അൾട്ടിമേറ്റ് കിങ് ആയിട്ട്, ഒരു സുൽത്താനായിട്ട് തൊപ്പി ഉണ്ടാവും അവിടെ. അതായത് തൊപ്പിനെ മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രം. അതായത് ഓരോ ലൈവിൻ്റെയും ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ തൊപ്പിയുടെ ലെവൽ മുകളിലേക്ക് പൊന്തിയായി വരാൻ പാടുള്ളൂ, ഒരിക്കലും താഴാൻ പാടില്ല. അതായത് പണ്ട് തമിഴ്നാട്ടിലൊരു സിനിമയിൽ വിജയ് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് മരിക്കുന്ന ഒരു സീനിൽ തിയേറ്ററൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നേക്കാം അവിടുത്തെ ജനങ്ങൾ. അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് തൊപ്പി എന്ന് പറഞ്ഞാൽ അവൻ്റെ മൈൻഡിൽ. അതായത് ഓന് മുകളിലോട്ട് മാത്രമേ പോകാവൂ എന്നുള്ളൊരു താഴോട്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിലും എന്ത് ചെയ്യൂല, തൊപ്പിയെ തരം താഴ്ത്തിയിട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഒരു അലിഗേഷൻസ് ഒന്നും കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് ചെയ്യൂല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇവര് ഇപ്പോൾ ഒരു തെറ്റിപ്പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു സംഭവം പോലെ അല്ലത്. ഇതിൽ ഉന്നയിച്ച ഓരോ അലിഗേഷനും ലീഗലി ഭയങ്കര പ്രശ്നമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്ന് ഡ്രഗ്സിൻ്റെ കാര്യം, പിന്നെ ഒന്ന് പെണ്ണിൻ്റെ കാര്യം, പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ. ഞാൻ ഇപ്പം എൻ്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയുന്നതാണ്, വ്ളോഗ് ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹനാൻഷാൻ്റെ വ്ളോഗ് കണ്ടാൽ മതി. കാരണം ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഹനാൻഷാ. അതായത് സ്വന്തം ഇപ്പോൾ ഇവരെ മൂന്നാളെ ഞാൻ കാണുമ്പോൾ, എൻ്റെ 3 മക്കളാണല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ഹനാൻഷാ, അതേപോലെ ഈച്ചു, സ്റ്റീല്, ഇവരെ ആ ഒരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. കാരണം അത് നമ്മളെന്താണ്, ഓൾക്ക് ആ ഏട്ടനനിയന്മാരെങ്ങനെ ആവണം. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏട്ടനനിയന്മാർ തമ്മിൽ തല്ലുക, കച്ചറ കൂടുക, അതിർത്തി തർക്കങ്ങൾ, ബാപ്പാരെ തല്ലുന്ന്, ഉമ്മാരെ തല്ലുന്ന്, ഉമ്മാരെ അവിടെ കൊണ്ടേക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇപ്പം ഈ ഹനാൻഷാൻ്റെ വ്ളോഗൊക്കെ കാണുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും, ഓരോ കുട്ടികളും നമ്മളെ ബാപ്പാനോട് നമ്മളെങ്ങനെ നിൽക്കണം, ഉമ്മാനോട് എങ്ങനെ നിൽക്കണം. ഹനാൻഷാനൊക്കെ ഒരു വ്ളോഗിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഉമ്മാനോട് ചൂടാവും, ഒന്നേ വരെ എൻ്റെ ഉമ്മാനോട് ചൂടാവുകയോ അല്ലെങ്കിൽ ഒരു നോ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ എൻ്റെ. അതൊരു പാവം ക്യാരക്ടറാണ്.